ഇന്ന് ഹരിപ്പാട് തന്നെയാണ് ഗൈസ്. ശരിക്കും തൊഴാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ 7 ചായ ഒരാൾക്ക് മതി. ചായ നല്ലൊരു ചായ. ഷത്തിന് വേണോ? അതാണ്. അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ബസ് കാത്തിരിക്കുന്നു. മണ്ണാർശാല ബസ് ഉണ്ടാവും പറഞ്ഞു. സോ ഞങ്ങൾ അങ്ങോട്ടുള്ള ബസ് കാത്തു നിൽക്കാം. ഇപ്പൊ വരുന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ വരും. ചായ കുടിച്ചത് ഈ കടയിൽ നിന്ന്. ചായ കാപ്പി കലക്ക എന്ത് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് ബസ് കാത്തു നിൽക്കുന്നത്. എനിക്ക് ഇങ്ങോട്ടല്ല എൻ്റെ പോകാനുള്ള പിന്നെ അവിടൊക്കെ എന്നാ ഒന്നും കൂടി നോക്കി ചിരിച്ചിട്ട് അപ്പൊ തന്നെ ചിരിമണിക്കിട്ട് എന്താ വെച്ചാൽ ഇതാണ്ട് അപ്പട്ട് ഒരു ഷോപ്പ് കാണുന്നുണ്ട്. അവിടുന്ന് മുട്ടായി ഉണ്ട്. അപ്പം മുട്ടാച്ചിക്ക് വേണ്ടി കരയാണ് വെച്ച്. അത് എവിടെയാ കിടക്കണേ? ഞങ്ങൾ രണ്ടുപേരും ഓരോ ദിവസം ചിക്കി ചിക്കി മൂത്താച്ചി വാങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ആ പീടെ ചൂണ്ടിക്കാണിച്ചിട്ട് മൂത്താച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ മൂത്താച്ചി കണ്ടിട്ട് നമ്മൾ ചായ കുടിച്ച ദാണ്ടെ ഈ പീടിയെന്ന് ഒരു കൂളുമിഠായി അവൾക്ക് ഇനിയും വേണം. ആദ്യം ഇതന്നെ ഇല്ല. എന്നിട്ടാണ് പറഞ്ഞത് എന്നിട്ട് അടുത്ത് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു. അഡ്ജസ്റ്റുള്ള സ്ഥലത്ത് നമ്മളെ മുല്ലപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എണ്ണ മുഴുവൻ ഡ്രസ്സുകൾ വെച്ചു. അയ്യോ ഗൈസ് ക്യാമറ എടുത്തുകൊണ്ട് ഇതിന് പേരായി തോന്നുന്നു. കടയടിക്ക് അറിയില്ല. നമ്മളെ ഇട്ട് നോക്കിയാലോ അല്ല
അല്ല അത് കാലിലേക്ക് മണ്ണൊക്കെ ആവുന്നു. കഴുകിയില്ലേ? ഒന്നും കൂടിയാണ് ഒറ്റയ്ക്ക് നിൽക്കുവോ? ഒറ്റയ്ക്ക് നിൽക്കുവോ? എൻ്റെ വീട്ടിലാക്കി അനിയത്തി വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ അല്ലെങ്കിൽ മഴ നല്ല മഴയായിരുന്നു. പിന്നെ വണ്ടിയും വന്നേ വണ്ടിയിലാണ് ഒരാളെ കൊണ്ടുവരാറുണ്ട്. അതാ അങ്ങട് ഇന്നും പോവാ. അല്ലെന്നും പോവാം. ഞങ്ങൾക്ക് ആരില്ലാണ്ട് ഇന്നലെ കണ്ട് സംസാരിക്കുകയും ചെയ്ത് മേലെ കാണാൻ ഭാഗ്യം. ആ ഇവിടെ എവിടെയോ അതിൻ്റെ ഉള്ളിലേക്കാണ്. ഇന്ന് അമ്മനെ കാണാൻ തിരക്കാം. പാപ്പാ ഭദ്രകാളി. പോയോക്കട്ടെ. എവിടെ കുരങ്ങ്? ജൈനീത കൊങ്ങ. കൊങ്ങനെ പറഞ്ഞു ഇതാ ഞാൻ ഒന്നതാ അവിടെ. ഇതാ ഇവിടെതാ.
കിട്ടത്തില്ല. പിടിക്കണ്ടേ? അങ്ങോട്ട് പോകുമ്പോൾ വലിയ കടയുണ്ട് അവിടുത്തെ കാണുന്ന സമയം അവിടെ ഹോമെന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇതിന് ഹോട്ടൽ അതിഥി ടൂറിസ്റ്റ് ഹോം. ഇവിടെയാണ് ഞങ്ങൾ. ഭയങ്കര വെയിലാണ്. സ്റ്റെപ്പ് ചൂടോടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 5, 6 നമ്മുടെ 5 ആണ്. ഇത് 5 ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയ്ക്കും ആദ്യം കഴിച്ചു കഴിഞ്ഞു. ജൈനിയും കഴിച്ചു. ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ 3:50 വന്ന് ട്രെയിൻ ഇവിടുന്ന് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ 2 മണിക്ക് ഇരുന്നു. 2 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ മുഴുവൻ നമ്മൾ ഇവിടെയായിരുന്നു ഇരിക്കേണ്ടത്. 4 മണിക്കായിരുന്നു ട്രെയിൻ ഇവിടുന്ന് എടുക്കുക. 2 മണിക്കൂർ മുഴുവൻ ഇവിടെ ഇരിക്കണം. ഇപ്പം സമയം 2:50 ആയിട്ടുള്ളൂ. ഇനി നമ്മൾ 1 മണിക്കൂർ മുഴുവനായിട്ട് ഇരിക്കണം ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താലേ ഫാനും ലൈറ്റും ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഭയങ്കര ഇരുടും എല്ലാം ഭയങ്കര ഇരുടൊക്കെയാണ്. സോ ട്രെയിൻ പെട്ടെന്ന് പോയാൽ നമുക്ക് ഫാനും എല്ലാത്തിനും സ്വിച്ചൊക്കെ ഞങ്ങൾ ഓൺ ചെയ്തിട്ടിരിക്കുക കേട്ടോ. പക്ഷേ കണ്ടോ സ്വിച്ചൊക്കെ ഞങ്ങൾ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഈ വണ്ടി പോയാലേ മൂവ് ചെയ്താലേ ഫാനൊക്കെ കറങ്ങുള്ളൂ ഗൈസ്. അപ്പം ഭയങ്കര ചൂടാണ്. എല്ലാവരും പുറത്തേക്ക് ഇരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നപ്പോഴൊന്നും ഇങ്ങനെ അല്ലായിരുന്നില്ല.
പിന്നെ പിന്നെ എല്ലാവരും പുറത്തേക്കൊക്കെ ഇരിക്കാൻ തുടങ്ങി ഗൈസ്. പിന്നെ ചിലവര് നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ കൊടുത്ത് പോയിരിക്കുന്നുണ്ട്. നമ്മളിതിൽ തന്നെ ഉള്ളത് കേട്ടോ. എനിക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഞാനും പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നിങ്ങൾ നോക്കേ പിന്നെ ചിരിക്കി എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോകണം ഗൈസ്. ഞങ്ങളങ്ങനെ 2-3 ഫോട്ടോസ് എടുത്തു. ജൈനിനോട് കുറച്ച് പോസ് നിന്ന് തരാൻ പറഞ്ഞിട്ട് നല്ല അടിപൊളി പോസ് തന്നെ കേസ് എന്ന് പറഞ്ഞത്. നിസാൾ പോടണ്ടേ? ഞങ്ങളെല്ലാവരും ഇപ്പോൾ പുറത്ത് തന്നെയാണ്. കാരണം അകത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം. ഐസ് വാട്ടർ കിട്ടും പറഞ്ഞു. ഞങ്ങൾ ഇനി കിട്ടും. ഇവിടുത്തെ എന്തൊക്കെ തൂവലുകളൊക്കെ ഉണ്ട് കേട്ടോ. തൂവല് ഇനിയും കുറേ സാധനമുണ്ട് ഗൈസ്. 3-5 ആയിട്ടുള്ളൂ. ഇനി നമ്മൾ കുറേ നേരം ഇവിടെ നിൽക്കണം ഗൈസ്. ഇനിയുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ നടക്കാം, ചിരിക്കാം, ഇരിക്കാം, ഇതുപോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് 1 മണിക്കൂർ എങ്ങനെയൊക്കെയോ തീർത്തു. ഇനി നമുക്ക് 1 മണിക്കൂറുണ്ട് ഗൈസ്. ഇവിടെയാണ് ഐസ് വാട്ടർ കിട്ടുക. വാട്ടർ ബോട്ടിൽ ഐസ് വാട്ടർ നമ്മളൊക്കെ അവിടെയൊന്നും ഇരുന്നത്. ഇപ്പം കൊണ്ട് വന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് അവള് കയറി. റബ്ബർ മാനേജ് തരുമോ? കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ കുറേ നേരം ക്യാമറയിലും അതേപോലെ ക്യാമറ ഒന്നായിരുന്നു കേട്ടോ. ക്യാമറയിലും അതേപോലെ ഫോണിലും പിന്നെ ട്രെയിനിൽ ഇവിടെ കൂടെ എന്തൊക്കെയോ കളിച്ചിട്ടും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഞാൻ കഴിഞ്ഞ് പെട്ടെന്ന് ഫസ്റ്റ് ഞങ്ങൾക്ക് 2 നമ്പറുണ്ട്. ഞങ്ങൾക്ക് കുറേ നേരം പിന്നെ ഫ്രീ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്തൊക്കെ കളിച്ച് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. ഇനിയും ട്രെയിൻ എടുക്കാൻ സമയം ഉള്ളതുകൊണ്ടാവും. ആരും വന്നിട്ടില്ല. ഓരോരുത്തരായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂർ ഇനി അവർ വിൽക്കേണ്ടി വരും. 3:50 എടുക്കാന്നാണ് പറഞ്ഞത്. കുറേ നാൾക്കുണ്ട്. അപ്പോൾ അങ്ങനത്തേക്ക് എടുക്കണം മതി. അപ്പോഴത്തേക്ക് എടുത്താൽ നമ്മൾ രാത്രി നമുക്ക് എത്തും എന്നാണ് പറഞ്ഞത്. നമ്മൾ ട്രെയിനിൻ്റെ ഇതിലൊക്കെ നോക്കിയ സമയത്ത് രാത്രി നമ്മളൊക്കെ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ കുറച്ചേരം ക്യാമറ എടുക്കാം. അതിൽ ചാർജൊക്കെ തീർന്ന് 1 കെട്ട് 2 കെട്ട് 3 കെട്ടൊക്കെ ഉള്ളൂ. ഞാൻ ഫുള്ളാക്കിയിട്ട് വന്നതായിരുന്നു. ഇപ്പോൾ കട്ടകളൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ക്യാമറ എടുക്കാം. എന്താ ഗെയിമാ? ഇതിങ്ങനെ എടുത്തു. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതെങ്ങനെ എടുത്തേ? പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. ഇപ്പം ഞാൻ വീഡിയോയിലാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ വീഡിയോ എടുക്കാനുള്ളത്, ഇത് ഫോട്ടോ എടുക്കാനുള്ളത്. വീഡിയോ എടുക്കാൻ സമയത്ത് ഉണ്ടാവും. നമ്മൾ ഈ സാധനം പിടിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പല പല കളർ അങ്ങനെയായിട്ട് വരും. നോക്കൂ, ഇങ്ങനെയായിട്ട് വരും. നമ്മൾ ഫോട്ടോസാണ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് നിൽക്കണമെന്ന് വെച്ചാൽ കണ്ടു ഇങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഓരോ എന്തൊക്കെ ഉണ്ട്. അറിയാത്ത രീതിയിലാണ് അത്.
അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പല ഡിഫറൻസ് ടൈപ്പ് ഓഫ് സാധനം. നമുക്ക് നേഴ്സൊക്കെ ആവാൻ കഴിയും. ഞാൻ ഹാപ്പി ബർത്ത്ഡേ എക്സ്റ്റെങ്കിലും ചെയ്തേക്കാൻ പോകും. അപ്പം ഞാൻ ഇത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുള്ള സംഭവം അതാണ് ഞാനിപ്പോൾ ഇരിക്കാൻ വേണ്ടി പോകുന്നത്. അത് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വെച്ചിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് നോക്കാൻ ചോദിച്ചു. അങ്ങനെ അവരുടെ ബർത്ത്ഡേ ആയതുപോലെ ഇതാണ് ഞാൻ. നമുക്കിത് ഗാലറിയിൽ പോയി നോക്കിയാൽ കാണുന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഗാലറി എടുത്തു. ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഗൈസ്. ഇതാണ് പിക്ചറുള്ളൂ. ഞങ്ങൾക്കിത് ഓഫാക്കി. ഈ പിക്ചർ വന്നാൽ അപ്പം തന്നെ ഓഫാവും ഗൈസ്. കണ്ടുണ്ടാവും ബർത്ത്ഡേകളൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നു. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. ഇപ്പം സമയം നമ്മൾ ഇതൊക്കെ കാണിച്ചെന്ന് കുറച്ചൊന്ന് ടൈം പോയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ പിന്നീട് കാണാം. അതുവരെയായിട്ട് എല്ലാവർക്കും ബൈ ബൈ.